അമേരിക്കയുടെ യുദ്ധമുറികളിൽ നിന്ന് ചോർന്നുകിട്ടിയ വിവരങ്ങൾ ലോകത്തെ അമ്പരപ്പിക്കുന്നത് ഇറാന്റെ നാശത്തെക്കുറിച്ചോർത്തല്ല, മറിച്ച് അമേരിക്കയുടെ ധാർഷ്ട്യം പശ്ചിമേഷ്യയെ എത്രത്തോളം വലിയൊരു അഗ്നിപർവ്വതത്തിനു മുകളിലാണ് നിർത്തിയിരിക്കുന്നത് എന്നോർത്താണ്. നയതന്ത്രത്തിന്റെ പാതകൾ കൊട്ടിയടച്ച് ഇറാന്റെ ഭരണകൂടത്തിന്റെ വേരറുക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറാക്കുന്ന കിൽ ഓർഡർ പദ്ധതികൾ വെറും പകൽക്കിനാവുകൾ മാത്രമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പുതിയ യുദ്ധക്കഥയിലെ ഏറ്റവും ക്രൂരമായ അധ്യായം ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നെടുന്തൂണായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പരിഗണിക്കപ്പെടുന്ന മകൻ മൊജ്തബ ഖമേനിയെയും ലക്ഷ്യം വെച്ചുള്ള അതീവ രഹസ്യമായ സൈനിക നീക്കങ്ങളാണ്. അധികാരത്തിന്റെ സിരാകേന്ദ്രങ്ങളെ നേരിട്ട് വെട്ടിനിരത്തി വിപ്ലവത്തിന്റെ അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ഡെസിപ്പിറ്റേഷൻ സ്ട്രൈക്ക് യഥാർത്ഥത്തിൽ ഇറാന്റെ പരമാധികാരത്തിനും ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനും നേരെയുള്ള പച്ചയായ വെല്ലുവിളിയാണ്. ജനറൽ ഖാസിം സുലൈമാനിയെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ചതിയിലൂടെ വധിച്ചതുപോലെ ഇറാന്റെ നട്ടെല്ലായ നേതൃത്വത്തെ ഇല്ലാതാക്കിയാൽ രാജ്യം തകരുമെന്നും അവിടെ ഒരു വിനീത വിധേയ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാമെന്നുമാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇറാൻ ഈ ഭീഷണികളെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. നേതാവിനെതിരെ ഉണ്ടാകുന്ന ഏതു നീക്കവും ഒരു വിശുദ്ധയുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ടായിരിക്കും രാജ്യം കാണുകയെന്നും അത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യത്തിന്റെ അന്ത്യമായിരിക്കുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം വ്യക്തികളെയല്ല, മറിച്ച് വിപ്ലവകരമായൊരു പ്രത്യശാസ്ത്രത്തെയാണ് തങ്ങൾ നയിക്കുന്നതെന്നും നേതൃത്വത്തിന് നേരെയുള്ള നേരിയ പോറലുകൾ പോലും ക്വിഡ്സ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അതിശക്തമായ പ്രത്യാഘാതത്തിന് വഴിമരുന്നിടുമെന്നും ഇറാൻ പ്രഖ്യാപിക്കുന്നു. ശത്രുവിന്റെ ഇത്തരം തിരക്കഥകൾ ഭരണകൂടത്തെ തളർത്തുന്നതിനു പകരം ജനങ്ങളെ ഒന്നിപ്പിക്കാനും സാമ്രാജ്യത്വ വിരുദ്ധ വികാരം പശ്ചിമേഷ്യയിലുടനീളം ആളിപ്പടർത്താനുമാണ് സഹായിക്കുന്നത്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ അസ്തിത്വ ഭീഷണിയായി ഇതിനെ ചിലർ കാണുന്നുണ്ടാകാം. എന്നാൽ ഇറാന്റെ ഓരോ തരി മണ്ണും സാമ്രാജ്യത്വത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റേതാണെന്ന സത്യം വൈറ്റ് ഹൗസ് മറന്നുപോകുന്നു. ആക്സിയോസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ട്രംപിന്റെ അണുവ കേന്ദ്രങ്ങളെ വെണ്ണീരാക്കാനുള്ള ഉത്തരവ് ഇറാന്റെ അചഞ്ചലമായ കരുത്തിനു മുന്നിൽ വഴിമാറേണ്ടി വരുമെന്നുറപ്പാണ്. അമേരിക്ക ഒരു ടോട്ടൽ വാർ സ്ട്രാറ്റജിയാണ് ആവിഷ്കരിക്കുന്നതെങ്കിൽ ഇറാൻ ഒരുക്കുന്നത് ശത്രുവിനെ പെർഷ്യൻ കടലിന്റെ ആഴങ്ങളിൽ ശവപ്പറമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്ന ടോട്ടൽ ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തകർക്കാൻ പെന്റഗൺ അതിനൂതന സൈബർ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇറാന്റെ കരുത്തരായ സൈബർ വിംഗ് അമേരിക്കൻ സിസ്റ്റങ്ങളെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള കൃത്യമായ മറുമരുന്നുകളുമായി ഏതു വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. IRGC കമാൻഡർമാരെ ഓരോരുത്തരായി വേട്ടയാടി വധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മനോവീര്യം തകർക്കാമെന്നത് അമേരിക്കയുടെ കേവലമായ വ്യാമോഹം മാത്രമാണ്. ഖാസിം സുലൈമാനിയുടെ രക്തസാക്ഷിത്വം നൽകിയ ഊർജ്ജം ഇറാന്റെ സിരകളിൽ ഇപ്പോഴും ജ്വലിക്കുന്നുണ്ട്. അവിടെ ഓരോ രക്തസാക്ഷിയും ഇറാന്റെ മണ്ണിൽ 1000 പുതിയ പോരാളികളെയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകളെപ്പോലും തടയാൻ ശേഷിയുള്ള ഇറാന്റെ മിസൈൽ നഗരങ്ങൾ അവരുടെ ആയുധപ്പുരകളല്ല, മറിച്ച് അധിഗ്രവിച്ച ശക്തികൾക്കുള്ള അന്ത്യകൂദാശ തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്രതിരോധ കോട്ടകളാണ്. ഇറാന്റെ എണ്ണക്കയറ്റുമതി തടഞ്ഞും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ അമിത നികുതി ചുമത്തിയും ഇക്കണോമിക് വാർഫെയർ നടത്താനാണ് അമേരിക്കൻ പദ്ധതി. എന്നാൽ ലോകത്തിന്റെ ഊർജ്ജസിരയായ ഹോർമൂസ് കടലിടുക്ക് ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ ഇറാന് സാധിക്കും. അമേരിക്കൻ വിപണിയിലെ താരിഫ് ഭീഷണികളേക്കാൾ മാരകമായിരിക്കും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം. നഥാൻസ്, ഫോർഡോ തുടങ്ങിയ ഭൂഗർഭ കേന്ദ്രങ്ങളെ തകർക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അയക്കുന്നവർക്ക് മലനിരകൾക്കുള്ളിലെ കിലോമീറ്ററുകൾ നീളമുള്ള മിസൈൽ നഗരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കപ്പെടുമെന്ന തിരിച്ചറിവുണ്ട്. അമേരിക്കയുടെ കിൽ ഓർഡറിന് ഇറാൻ നൽകുന്ന മറുപടി സൈനികാസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറും വാക്കുകളല്ല, മറിച്ച് ശത്രുവിന്റെ ചിന്താശേഷിയെപ്പോലും മരവിപ്പിക്കുന്ന പ്രായോഗിക സന്നാഹങ്ങളാണ്. ലോകത്തെ ഏതു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകളും ശത്രുവിന്റെ കണ്ണുവെട്ടി കൃത്യമായ പ്രഹരമേൽപ്പിക്കുന്ന ഡ്രോൺ വ്യൂഹങ്ങളും ഇറാന്റെ പക്കലുണ്ട്. ഇതിനു പുറമെ ഹിസ്ബുള്ള ഹൂത്തികൾ ഇറാഖിലെ ഷിയ സായുധ ഗ്രൂപ്പുകൾ അടങ്ങുന്ന പ്രതിരോധ നിരയിലൂടെ ഇസ്രയേലിനെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഒരേ സമയം വരിഞ്ഞുമുറുക്കാനുള്ള ശേഷി ഇറാൻ ആർജിച്ചു കഴിഞ്ഞു. അമേരിക്കയിലെ കമ്പ്യൂട്ടറുകൾ ലക്ഷ്യസ്ഥാനങ്ങൾ കുറിക്കുമ്പോൾ ഞങ്ങളുടെ മിസൈലുകൾ ആ കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്ന കെട്ടിടങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഇറാന്റെ സൈനിക വക്താവ് പറയുന്നത് വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് കടന്നുകയറ്റത്തെയും ചാരമാക്കുമെന്ന ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കനക്കുമ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം ഇറാന്റെ വിധിയെഴുത്തല്ല, മറിച്ച് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യത്തിന്റെ അന്ത്യശാസനമായി മാറാം. ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുരോഹിത ഭരണത്തെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നവർ കാണാൻ പോകുന്നത് തകരാത്ത പോരാട്ടവീര്യമുള്ള ഒരു ജനത സാമ്രാജ്യത്വത്തിന്റെ കോട്ടകൾ തകർക്കുന്നതാണ്.
വരും മണിക്കൂറുകൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഇറാന്റെ തകർച്ചയല്ല, മറിച്ച് ലോകമെങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇറാന്റെ പ്രതിരോധത്തിന്റെ വിജയഗാഥയായിരിക്കും. സമാധാനത്തിന്റെ കിരണങ്ങൾ അസ്തമിച്ചാലും പ്രതിരോധത്തിന്റെ പുതിയൊരു പുലരി ഇറാന്റെ മണ്ണിൽ ഉദിക്കുമെന്നുറപ്പാണ്.